بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ റുശ്ദഹു. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إنما المؤمنون إخوة فاصلحوا بين أخويكم واتقوا الله لعلكم ترحمون. സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, സർവശക്തനായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ നാം ഓരോരുത്തരും ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി വർത്തിക്കാൻ സദാ പാടുപെടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങൾ സദസ്സിലുള്ളതുകൊണ്ട് അവർ ചെയ്തു കഴിഞ്ഞതും ചെയ്യാൻ പോകുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സൽക്കർമ്മങ്ങളെല്ലാം അവരിൽ നിന്നിട്ട് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും അവർക്ക് പുണ്യഭൂമിയിൽ വരുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു നൽകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഞങ്ങളുടെ സ്ഥിരം എല്ലാ ആഴ്ചയിലും നടക്കാറുള്ള ഫാമിലി ക്ലാസ് ആണ് ഇത്. നിങ്ങളുടെ ഉത്തരവാദപ്പെട്ടവരും ഉപദേഷ്ടാക്കളും അമീറന്മാരൊക്കെ നിങ്ങൾക്ക് വേണ്ടി അവിടെ ലോഡ്ജിൽ വന്ന് ക്ലാസ് എടുത്ത് തരണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും തൊട്ട് 2 ദിവസം ക്ലാസ് നടത്തുക എന്നത് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പ്രയാസമുള്ള കാര്യമാണ് എന്നതുകൊണ്ട് ഞാൻ എഅ്തിദാർ പറഞ്ഞതായിരുന്നു. അൽഹംദുലില്ലാഹ്, നിങ്ങൾ എന്നിട്ട് ഒട്ടുമുക്കാൽ ഭാഗം പേരെങ്കിലും ഇവിടെ എത്താൻ സാധിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷം. അള്ളാഹു നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അതിലുള്ള വീഴ്ചകളെ നികറ്റി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങൾ എന്ന പേരിൽ വിശേഷിക്കപ്പെടുന്ന ഉഫൂദുർ റഹ്മാൻ എന്ന ഹദീസിൻ്റെ ഭാഷയിൽ അള്ളാഹുവിൻ്റെ റസൂൽ വിശേഷിപ്പിച്ച വിഭാഗമാണ് ഉംറയ്ക്ക് വേണ്ടിയും അപ്രകാരം ഹജ്ജിന് വേണ്ടിയും വരുന്ന വിഭാഗം. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വരാൻ വേണ്ടി സെലക്ട് ചെയ്യലാണ് കൊല്ലം പ്രതി. ആൾക്കാർ പെരുക്കുന്നതനുസരിച്ചും വ്യാപകമാകുന്നതനുസരിച്ചും മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ തുറകളിലും അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹം അവരെ ചൊരിയുന്നു. അവർക്കിവിടെ കൊല്ലത്തോട് കൊല്ലം ഉംറയ്ക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഹജ്ജിന് വേണ്ടി ഹജ്ജ് സീസണിന് വരാനുള്ളതായ സൗകര്യങ്ങൾ അള്ളാഹു ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പണ്ടുള്ളതിൽ വ്യത്യസ്തമായ കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. അതൊരു അള്ളാഹുവിൻ്റെ വിശാലമായ ഒരു അനുഗ്രഹവും കൂടിയാണ്. അതിന് നാം കടപ്പെട്ടവരാണ്. അങ്ങേയറ്റം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കേണ്ടതുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്നതായ അനുഗ്രഹങ്ങൾക്ക് പ്രവർത്തനത്തിലൂടെ നന്ദി പ്രകടിപ്പിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മദീന, നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ നാട് യഥാർത്ഥത്തിൽ ഇവിടെ വന്നവരും വരുന്നവരും വരാൻ പോകുന്നവരും എല്ലാവരും ഈ നാട് ഓതുന്ന കഥകൾ മുസ്ലിങ്ങൾ പഠിച്ചിട്ടല്ലാതെ പോകാൻ പാടില്ല എന്നതാണ് വെപ്പ്. ആ തീരുമാനത്തിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നേതാക്കളുടെ, നമ്മുടെ മുമ്പന്മാരുടെ, നമ്മുടെ ചേതാക്കളുടെ, നമ്മുടെ കണ്ണിലുണ്ണിയായ അനുശേദ്യ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആദ്യമായി അവരുടെ ജീവിതത്തിലേക്കും അവരുടെ അനുചരന്മാരായ സഹാബാക്കളുടെ ജീവിതത്തിലേക്കുമെല്ലാം കണ്ണോടിക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, വിശുദ്ധ ഫുർഖാൻ അദീമിനെ കുറിച്ചുള്ള എ മുതൽ സെഡ് വരെ അല്ലെങ്കിലും മൊത്തത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങളിലൊക്കെ മുമ്പില്ലാത്തവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അല്ലാഹുവിലേക്ക് മടങ്ങുവാനും
ഈ ഉംറ യാത്ര അവർക്ക് ചാൻസ് നൽകുന്നു. അതുകൊണ്ട് തന്നെ ബാധ്യത, ഞാൻ സാധാരണ ഉംറക്കാരോടും ഹാജിമാരോടും പറയാറുള്ളത് പോലെ ബാധ്യത വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴും ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് മുസ്ലിങ്ങളിൽ നിന്നിട്ട് ഈ നാട്ടിലേക്ക് വരാൻ ചാൻസ് കിട്ടാത്ത, ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ ചാൻസ് കിട്ടാത്ത വിഭാഗത്തിന് ലഭിക്കുന്നതായ ചാൻസാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ അവരോട് ചോദിക്കുന്നതിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യമെങ്കിലും കൂടുതൽ ചോദിക്കാതെ നമ്മെ വിടുകയില്ല. അഥവാ ഉംറ ചെയ്തവരെ, ഹജ്ജ് ചെയ്തവരെ, പുണ്യഭൂമിയിൽ വന്നവരെ. ഈ നാട് ഓതുന്ന കഥനക്കഥകൾ, അതിൻ്റെ എല്ലാ രൂപങ്ങളും ശൈലികളും ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്ത് വരുന്ന സാർവ സംഭവ വികാസങ്ങൾ, മല പോലെ വരുന്ന പ്രശ്നങ്ങൾ മഞ്ഞുപോലെയാക്കി മാറ്റാൻ അവരെ കൊണ്ട് അവരുടെ പ്രവർത്തനത്തിലൂടെ, അവരുടെ ദുആകളിലൂടെ, അവരുടെ അല്ലാഹുവിലേക്കുള്ള മടങ്ങലിലൂടെ, അവരുടെ കെട്ടുറപ്പുള്ള അടിയുറപ്പുള്ള വിശ്വാസത്തിലൂടെ സാധിക്കുമെന്നതാണ് ഈ നാട് ലോകത്തോട് ഓതുന്നതായ പ്രധാന പോയിന്റ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബാക്കളും 10 വർഷത്തോളം മദീനയിൽ താമസിച്ച സന്ദർഭത്തിൽ അവരുടെ ജീവിതം നിങ്ങളുടെ ഉപദേഷ്ടാക്കൾ നിട്ടും മറ്റും നിങ്ങൾ കേട്ട് കാണും. വിശ്രമിച്ചതല്ല, ആശ്രാന്ത പരിശ്രമം അവരുടെ ജീവിതത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന ആ 10 വർഷത്തിലൂടെ ലോകം കണ്ടു. അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ലോകത്തിൽ കാണുന്നതായ 1700ഓളം അല്ലെങ്കിൽ 600-ൽ പരം മില്യൺ മുസ്ലിങ്ങൾ വ്യാപകമായി കിടക്കുന്നതും, റസൂൽ ലോകത്തോട് വിട വാങ്ങിയിട്ട് 30 വർഷമായപ്പോൾ തന്നെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യങ്ങളിലേക്ക് ഈ ഖുർആനിൻ്റെ ശബ്ദം എത്തുകയും ചെയ്തതായ സംഭവവും ആ 10 വർഷത്തിലൂടെ ഉണ്ടായതായ പ്രവർത്തനത്തിലൂടെയാണ്. അതിൽ പെട്ടതാണ് റസൂലുള്ളാഹിയുടെ പ്രബോധനങ്ങൾ. അതിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമായിട്ടുള്ളതായ ഇന്നത്തെ ഞങ്ങളുടെ വിഷയം, സ്ഥിരം വിഷയമാകുന്ന സഹോദര ബന്ധം പുലർത്താൻ വേണ്ടിയുള്ള പരിശ്രമം. അതുപോലെ മറ്റു ഇതര മതസ്ഥർ അഥവാ റസൂലുള്ളാഹി വരുന്ന സന്ദർഭത്തിൽ ഇവിടെ മക്കയിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക അന്തരീക്ഷവും ചുറ്റുപാടുമാണ് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുത്തത്. മുസ്ലിങ്ങൾക്ക്, മുസ്ലിം ലോകത്തിന് ഖിയാമത്ത് നാൾ വരെ അതിലൂടെ പാഠം പഠിക്കാൻ വേണ്ടിയും അതിലൂടെ അവരുടെ പ്രബോധന രീതി അവർ വെറഞ്ഞെടുത്ത് അതിൽ കൂടി ജീവിക്കാനുള്ളതായ ഒരു മൻഹജ് എന്ന രൂപത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. റസൂൽ ഇവിടെ വരുമ്പോൾ മക്കയിൽ ഒരു ശത്രുവാകുന്ന, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന, അറക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുലേക്ക് പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ശിർക്ക് എന്ന മഹാപാപം ചെയ്യുന്ന വിഭാഗം മാത്രമായിരുന്നു മക്കയിലുണ്ടായിരുന്നത്. മദീനയിലേക്ക് എത്തിയപ്പോൾ ഇവിടെ മുശ്രിക്കീങ്ങൾ ഒരു ഭാഗത്ത്, മുനാഫിക്കീങ്ങൾ മറുഭാഗത്ത്, അപ്രകാരം തന്നെ ജൂതന്മാർ അവരുടെ എല്ലാ കബീലകളും കൂടി മറ്റൊരു ഭാഗത്ത്. അങ്ങനെ മഹാശക്തിയാകുന്ന ശത്രുക്കളുടെ മുമ്പിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാട്ടിലേക്ക് എത്തിയപ്പോൾ അവരെ അഭിമുഖീകരിക്കേണ്ടി വന്നതും അവരോട് നേരിടേണ്ടി വന്നതും അവരുടെ ഇടയിൽ ദഅവത്ത് ചെയ്യേണ്ടി വന്നതും ആ ദഅവത്തിന് മറ്റുള്ള മക്കയിലുള്ള ശൈലി അല്ലാത്ത പുതിയ ശൈലി കണ്ടെത്തേണ്ടി വരികയും അതിനു വേണ്ടി ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായ ഭാഗത്തിൽപ്പെട്ടതാണ് അവരുടെ ഇടയിൽ സഹോദര്യ ബന്ധമുണ്ടാക്കുക എന്നതാണ്. സഹോദര്യ ബന്ധമുണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് മക്കയിൽ നിന്നിട്ട് വരുന്ന മുഹാജിറുകൾ, മദീനയിൽ ജീവിക്കുന്ന അൻസാറുകൾ പരസ്പരം സഹോദര്യ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പ്ലാനിട്ടു, പരിപാടിയിട്ടു. അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്നതായ മറ്റു മതസ്ഥരായ ജൂതന്മാരുമായിട്ട് ഒരു പ്രത്യേക അഗ്രിമെൻ്റ് ഉണ്ടായി. നാം ഇവിടെ ജീവിക്കുമ്പോൾ നല്ല സഹോദര്യത്തിൽ തന്നെയാണ് ജീവിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുടെ ശത്രുക്കളാണ്, ഞങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ശത്രുക്കളാണ്. നിങ്ങൾക്ക് ഇവിടെ സൗകര്യമായി പ്രയാസമില്ലാതെ ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്, യാതൊരു കുറവുമില്ല, യാതൊരു തടസ്സവുമില്ല. പക്ഷേ പ്രശ്നം എവിടെയാണ്? സഹോദര്യ ബന്ധം സ്ഥാപിച്ചു കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്നൊക്കെ നീണ്ട നീണ്ട പട്ടികകൾ നിരത്തി വെക്കാൻ പറ്റുന്നതായ, നീട്ടി വലിച്ച് പറയേണ്ട വിഷയമാകുന്ന ആ മുആഹദത്തും ആ മുആഖാത്തുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നടത്തിയതോടു കൂടിയാണ് ഈ നാട്ടിൽ ഭദ്രതയുള്ളതായ ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യന്മാരുടെ, മനുഷ്യരാശിയുടെ വ്യക്തി, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ എന്ന് മാത്രമല്ല, മുസ്ലിമിൻ്റെ എന്ന് മാത്രമല്ല, മനുഷ്യരാശിയുടെ ജീവിതത്തിൻ്റെ എ മുതൽ സെറ്റ് വരെ, കുളിൽ തൊട്ട് കൊട്ടാരം
അവസാനം വരെ ജീവിക്കേണ്ടതായ എല്ലാ ശൈലികളും എല്ലാ രൂപങ്ങളും എല്ലാ നിയമാവലികളും വിധി വിലക്കുകളും എല്ലാം ഈ മദീനയിൽ കൂടിയായിരുന്നു ശിക്ഷണം നൽകപ്പെട്ടതും പഠിപ്പിക്കപ്പെട്ടതും. അതിനുവേണ്ടി പ്രാക്ടിക്കലായി ജീവിതത്തിൽ പകർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തതും. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്ത ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്ക് നബിമാർ കഴിഞ്ഞാൽ ആദ്യം കടക്കേണ്ട വിഭാഗമെന്ന് നാം വിശേഷിപ്പിക്കാറുള്ള ആ വിഭാഗത്തെ അള്ളാഹു ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സഹാബാക്കളായി സെലക്ട് ചെയ്തിച്ചു കൊടുക്കുകയും ചെയ്തു. ആ സഹാബാക്കൾ തുല്യതയില്ലാത്ത അവരെപ്പോലത്തെ ജനങ്ങൾ ഭൂമിയിൽ നബിമാര് കഴിഞ്ഞാൽ ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെയുള്ള ഒരു വിഭാഗമായിരുന്നു അവർ. അള്ളാഹ് തന്നെ അവരെ മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിലൊക്കെ സീമാഹും ഫി ഉജൂഹിഹിം മിൻ അഥരി സുജൂദ് ദാലിക മതലുഹും ഫി തൗറാത്ത് വമതലുഹും ഫിൽ ഇൻജീൽ കസർഇൻ അഖറജ ശതഅഹു ഫഅസറഹു ഫസ്തഗ്ലദ ഫസ്തവ അലാ സൂഖി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ആയത്തുകളിലൂടെ അള്ളാഹു അവരെ ബഹുമാനിച്ചു, ആദരിച്ചു. അങ്ങനെയുള്ളതായ ആ സഹാബാക്കൾ, മുഹാജിറുകൾ, അൻസാറുകൾ ജീവിച്ചതായ നാട്ടിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. അങ്ങനെയുള്ളവർ ജീവിച്ച നാട്ടിൽ, അവർ ട്രെയിനിങ് നേടിയ നാട്ടിൽ, അവർ പഠിച്ച നാട്ടിൽ, അവർ പഠിപ്പിച്ച നാട്ടിൽ, അവർ ഖുർആനാകുന്ന ഈ വിശുദ്ധ ലോകാത്ഭുത ഗ്രന്ഥത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച നാട്ടിൽ, അതിനെ സ്ഥാപിക്കാൻ വേണ്ടി, അതിനെ പ്രാക്ടിക്കലാക്കാൻ വേണ്ടി റസൂലും സഹാബത്തും പരിശ്രമിച്ചതായ ആ അന്തരീക്ഷത്തിൽ, ആ ചുറ്റുപാടിൽ ആ വായു ശ്വസിക്കാൻ വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. ആ വായു ശ്വസിക്കുമ്പോൾ ശരിക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ശ്വസിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ എന്ത് സംഭവിച്ചാൽ പതരാത്ത പാദത്തോടെ ചിതരാത്ത ചിത്തത്തോടെ എന്ത് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാൽ അത് നേരിടാൻ തയ്യാറും ഒരുക്കവും നമ്മളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതിനു വേണ്ടിയായിരിക്കാം അല്ലാഹു അലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലുള്ളതായ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് കഴിവുള്ളവരും കൽപ്പുള്ളവരും സാമ്പത്തിക ശേഷിയുള്ളവരും കൊള്ളുന്നവരും എല്ലാവരും എന്ത് വേണം? ഈ ഭൂമിയിലേക്ക് വരണം. ഇസ്ലാം സ്ഥാപിക്കപ്പെട്ട, ഇസ്ലാമിന്റെ വിജയ പതാക പറപ്പിക്കപ്പെട്ട, ഖുർആൻ ഇറങ്ങിയ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ സ്ഥാപിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് വളർന്ന് പ്രബോധനം ചെയ്ത് ഹിജ്റ പോയ ആ നാട്ടിലേക്ക് അവർ വരണം. എന്നിട്ട് അവരുടെ ആ പ്രതാപത്തിന്റെ കഥകൾ ഈ നാട്ടിൽ വന്നിട്ട് ഓർമ്മ പുതുക്കണം. പഠിച്ചവരാണെങ്കിൽ, പഠിക്കാത്തവരാണെങ്കിൽ പുതുതായി പഠിക്കണം. എന്നിട്ട് ലോകവ്യാപകമാക്കണം ഈ ദഅവത്ത് എന്ന ലക്ഷ്യമായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെപ്പോലത്തവരുടെ വരവേൽപ്പിലൂടെ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അള്ളാഹു പറയേണ്ട ആവശ്യമില്ലല്ലോ ഖുർആനിൽ, സൂറത്തുൽ ഹജ്ജിൽ കൂടിയും സൂറത്തുൽ ബഖറയിൽ കൂടിയുമെല്ലാം നിങ്ങൾ ഇവിടെ വരുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ വരേണ്ടത് എന്തിനു വേണ്ടിയാണ്? ഇബ്രാഹിം നബിയോട് തന്നെ പണ്ട് തന്നെ 4000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, യശ്ഹദു മനാഫിഅ ലഹും, ഹജ്ജിന് വേണ്ടിയാവട്ടെ ഉംറയ്ക്ക് വേണ്ടിയാവട്ടെ പുണ്യഭൂമിയിലേക്ക് വരുന്ന വിഭാഗം ഇവിടെ വരുന്നത് ഇവിടുന്ന് കണ്ടുപഠിച്ച് നേടിയെടുത്ത് സമ്പാദിച്ചു പോകാൻ വേണ്ടിയാണ്. ഈ സമ്പാദ്യം ലോകത്ത് എവിടുന്ന് കിട്ടൂല, മക്കയിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. സഹാബാക്കൾ ജീവിച്ച നാട്ടിൽ നിന്നിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ. മുഹാജിറുകളും അൻസാറുകളും ജീവിച്ച നാട്ടിൽ നിന്നിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് നേടിയെടുത്ത് സമ്പാദിച്ചു പോകുന്നവരുടെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ നാനാതുറകളിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇവർ അഥവാ സഹാബാക്കൾ നടപ്പാക്കിയതായ ആ തൗഹീദ്, ആ ഏകദൈവ വിശ്വാസം, ആ ഖുർആൻ, ആ സുന്നത്ത് നടപ്പാക്കാൻ അവർ ആത്മാർത്ഥമായി രംഗപ്രവേശനം നടത്തിയാൽ പട്ടി വിരിച്ച് കിട്ടൂല, പ്രയാസം നേരിടേണ്ടി വരും. ആ സഹാബാക്കൾക്ക് അനുഭവിച്ചതുപോലെ യാതനകൾ, വേദനകൾ, മർദ്ദനങ്ങൾ, പ്രയാസങ്ങൾ, നാട് കടത്തപ്പെടലുകൾ, അപ്രകാരം അതുപോലത്തെ ഇദാ അഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹും, ഒരു സമൂഹത്തെ അള്ളാഹു സ്നേഹിച്ചു കഴിഞ്ഞാലാണ് പരീക്ഷിക്കുക എന്നാണ്. അപ്പോൾ ഒരു സമൂഹത്തെ അള്ളാഹ് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇവർ കൊള്ളുന്നവരാണ്, ഇവരെ പരീക്ഷിക്കാൻ പറ്റും, ഇവരിപ്പോൾ ആ ഗ്രേഡിലേക്ക് എത്തിക്കഴിഞ്ഞു, എന്നാലൊന്ന് പരീക്ഷിക്കണമെന്നത് തീരുമാനിക്കും. അപ്പോൾ നമുക്ക് അഥവാ സത്യവിശ്വാസികൾക്ക് ഒരു പ്രയാസവും അങ്ങനെയുള്ള സന്ദർഭത്തിൽ അനുഭവിക്കുക തന്നെ ഇല്ല. കാരണം പഠിച്ചവരാണ്. അവരുടെ മുൻഗാമികളുടെ ആ പ്രതാപത്തിലേക്ക് അവരെത്താൻ സാധിച്ചത് എങ്ങനെയാണ് എന്നത് കേട്ട് പഠിച്ചവരാണ്. ഖുർആനിലൂടെ സുന്നത്തിലൂടെ പഠിച്ചവരാണ്. അതുകൊണ്ട് പ്രയാസമുണ്ടാവുകയില്ല. പറഞ്ഞു വരുന്നത് നിങ്ങളെ ഞാൻ പറഞ്ഞ് പ്രയാസപ്പെടുത്തുകയില്ല. നാം ഇപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന യുഗത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ഈ യാത്ര ശരിക്കത് ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ഈമാനിന് അത് വളരാനുള്ള, ഹൃദയം തട്ടി ഈമാൻ വളർത്തി നാം അള്ളാഹുലേക്ക് മടങ്ങി അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി ജീവിക്കാനുള്ള സത്യപ്രതിജ്ഞ മക്കത്ത് വെച്ച് നിങ്ങൾ ചെയ്തതുപോലെ മദീനയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ സ്വർഗത്തിലേക്ക് അള്ളാഹ് കെട്ടിയ പാലമുണ്ട് ഇവിടെ. അത് ലോകത്തിലുള്ള എല്ലാ
എല്ലാ മുസ്ലിമിന് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആ പാലത്തിൽ കൂടിയല്ലാതെ പോകാൻ സാധിക്കുന്നതേ അല്ല. ഉറപ്പാണ്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ സംബന്ധിച്ചിടത്തോളം അവൻ മദീനത്ത് വരട്ടെ വരാതിരിക്കട്ടെ, മദീനയിൽ റസൂലുള്ളാഹി കെട്ടിയ പാലമുണ്ട്. അതിന്റെ പേരാണ് മാ ബൈന ബൈതിയോ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീട്ടിൻ്റെയും എൻ്റെ മിംബറിൻ്റെയും മധ്യത്തിലുള്ളതായ സ്ഥലം അതാണ് സ്വർഗത്തോപ്പ്. ഒറിജിനൽ സ്വർഗത്തോപ്പ് ആവാൻ പോകുന്ന ഭാഗമാണ്. ആ സ്ഥലം ലോകത്തിന് പഠിപ്പിക്കുന്ന പാഠം, അത് സ്വർഗത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന പാഠമാണ് എന്നതുകൊണ്ടാണ് ആ സ്ഥലം സ്വർഗത്തോപ്പി എന്ന് പേര് വെക്കാൻ കാരണമെന്ന് വളരെ വ്യക്തം. അത് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എത്തിയ നിങ്ങൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഇവിടെ ജീവിച്ച നേതാക്കൾ എങ്ങനെ ജീവിച്ചു, എന്തൊക്കെ കാട്ടി. 10 കൊല്ലത്തിലൂടെ 70 പോരാട്ടം നടത്തി. 10 കൊല്ലത്തിലൂടെ 70, അപ്പോൾ ഒരു കൊല്ലത്തിൽ 7 പോരാട്ടം വീതം ചുരുങ്ങിയാലാണ് ഈ പറയുന്നത്, ഏകദേശമാണ് ഈ പറയുന്നത്. അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചവരാണ് അവർ. ഇവിടെ ഭീകരതയ്ക്ക് വേണ്ടി വന്നവരോ പൊട്ടിത്തെറിക്ക് വേണ്ടി വന്നവരോ അപകടമുണ്ടാക്കാൻ വേണ്ടി വന്നവരോ ഒന്നും തന്നെയല്ല മുസ്ലിങ്ങൾ. പിന്നെയോ ഈ മുസ്ലിങ്ങളുടെ ലക്ഷ്യം തന്നെ എന്താണ്? ലോകമാസകലം ഈ നന്മ, ഈ തത്വസംഹിത, ഈ ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചതായ ഈ ഏകത്വം അല്ലെങ്കിൽ സാഹോദര്യത്വം എങ്ങനെയാണ് റസൂൽ മദീനയിൽ നടപ്പാക്കിയത്? സഹിഷ്ണുത, ശാന്തി, സമാധാനം, ആത്മോത്കർഷത, ആത്മാനുഭൂതി, എന്തെല്ലാം നന്മകളുണ്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, അതെല്ലാം ഏറ്റുകൊണ്ട്, അതെല്ലാം വ്യാപകമാക്കിയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ജീവിതത്തിലേക്ക് കണ്ണോടിക്കാൻ, ആ നാട്ടിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കാൻ, ആ നാട്ടിൽ ഇരുന്നു കൊണ്ട് പഠിക്കാൻ ഉള്ളതായ ഒരു മഹാസ്വർണാവസരമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്ന ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം വളരെ പ്രയാസമുണ്ടായി. വർഷങ്ങൾ വർദ്ധിക്കുമ്പോഴെല്ലാം പ്രയാസം കൂടി. പിന്നെ ഒരു പ്രത്യേക വകുപ്പ് ഉടലെടുത്തു. മുനാഫിഖുകൾ, കപട വിശ്വാസികൾ, ഇസ്ലാമിന്റെ അകത്ത് കൂടി മുസ്ലിങ്ങളായി അഭിനയിച്ച് ഒന്നാം സഫിൽ റസൂലുള്ളാഹിനെ വലതു ഭാഗത്തും ഇടതു ഭാഗത്ത് നിന്ന് നമസ്കരിച്ച്, നബിയോട് കൂടി നോമ്പ് നോറ്റ് അഭിനയിച്ച്, നബിയോട് കൂടി യുദ്ധത്തിന് പോയി അഭിനയിച്ച്, ഇതെല്ലാം കാട്ടിയിട്ട് ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന മുസ്ലിങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടവർ, അതേ സമയത്ത് അവർ ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളും നരകത്തിൽ ഫസ്റ്റ് സീറ്റ് റിസർവേഷൻ ചെയ്യപ്പെട്ടവരായ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന വകുപ്പിലേക്ക് എത്തിയ, നരകത്തിന്റെ താഴെ തട്ടിലേക്ക് എത്തുന്ന വിഭാഗം, അങ്ങനെയുള്ളവരെ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നേരിടേണ്ടി വന്നു. പ്രയാസത്തിന്റെ ആ വിശദമായ രൂപം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. അഥവാ ഒരു വ്യക്തി ഇദ്ദേഹം മുസ്ലിമാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം യഹൂദിയാണ്, ഇദ്ദേഹം അമുസ്ലിമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു. ഇതങ്ങനെയല്ല. ഈ സാധനം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂല, അപ്പോൾ സംസാരിക്കാൻ പറ്റൂല, അപ്പോൾ ആളയക്കാൻ പറ്റൂല, അപ്പോൾ രഹസ്യ വാർത്തകൾ ചോർന്നെടുക്കും, ശത്രുക്കളിലൂടെ അപകടമുണ്ടാകും, ആഭ്യന്തര വിപ്ലവങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയെല്ലാം എന്തെന്നില്ലാത്ത പ്രയാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അനുഭവിച്ചേക്കേണ്ടി വന്നു മദീനയിൽ. അങ്ങനെയുള്ള പ്രയാസങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ, നബിയെ കൂട്ടത്തോടുകൂടി റസൂലുള്ളാഹിയോടുകൂടി ഇസ്ലാം മതം വിശ്വസിച്ചതായ നമ്മുടെ മുൻപന്മാരായ നേതാക്കളെ, ആ റസൂലുള്ളാഹിന്റെ സ്വന്തം മക്കളടക്കമുള്ളവരെ, റസൂലുള്ളാഹിന്റെ സ്വന്തം കുടുംബ മെമ്പർമാരാകുന്ന അഹ്ലു ബൈത്ത് അടക്കമുള്ളവരെ, റസൂലുള്ളാഹിന്റെ ഭാര്യ അടക്കം എല്ലാവരെയും നാട് കടത്തപ്പെട്ട രംഗത്തിലേക്ക് നിങ്ങൾ കണ്ടോടിക്കുമ്പോൾ, ഹിജർ റോട്ടിൽ കൂടി നിങ്ങൾ ചീരിപ്പാറുന്നതായ രൂപത്തിൽ അല്ലെങ്കിൽ പായുന്ന രൂപത്തിൽ ഓടി നിങ്ങൾ പെട്ടെന്ന് എത്തിയില്ലേ മദീനയിലേക്ക്? ആ റോഡ് പണ്ട് കാലഘട്ടത്തിൽ, ഞാൻ ഇവിടെ മദീനയിലേക്ക് വന്ന കാലഘട്ടത്തിൽ ഇല്ലാത്ത റോഡാണ്. 10-20-25ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ആ റോഡ് ഉണ്ടായത്. അതുവരെ ആ റോഡില്ല. പക്ഷെ ആ റോഡുള്ള സ്ഥലത്തിൽ കൂടിയാണ്, ആ മരുഭൂമിയിൽ കൂടി നമ്മുടെ അനിശ്ചിത നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചോടിയത് എവിടുന്ന്? മക്കയിൽ നിന്നിട്ട്. അതൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടുകടക്കുമ്പോൾ വരാൻ പോകുന്നതോ വന്നു കഴിഞ്ഞതോ ഒന്നും തന്നെ ഒരു പ്രയാസമേ അല്ല. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവരായ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അടുത്തവരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത്രയും പ്രയാസം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ പ്രയാസമില്ലാതെ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുക? അല്ലാഹ് തന്നെ ഖുർആനിൽ ചോദിച്ചതല്ലേ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണമെന്ന് ബോധിയുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅ മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണമെന്ന് ബോധിയുണ്ടോ? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമസ് സാബിരീൻ. വേറെ ആയത്തിൽ നിങ്ങൾക്ക് മറ്റുള്ള നിങ്ങളുടെ മുൻഗാമികളായ നിങ്ങളുടെ ചേതാക്കളും നേതാക്കളുമായ ആ നബിമാർ, അവരുടെ അനുയായികൾ എന്നിട്ടുള്ള മുസ്ലിങ്ങൾ, അവർക്കൊക്കെ നേരിടേണ്ടി വന്നതുപോലെയുള്ളതായ ആ പ്രയാസങ്ങൾ, ആ കഷ്ടതകൾ, ആ മുഴുപട്ടിണികൾ, ആ അരപ്പട്ടിണികൾ, ആ ഹിജ്റ പോക്ക്, നാടുകടത്തപ്പെടലുകൾ, അങ്ങനെയുള്ള പല പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നതുപോലെയുള്ള പ്രയാസങ്ങൾ നേരിടാതെ നിങ്ങൾക്ക്
സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വാതിൽ തുറന്നു കിട്ടുമെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടോ? ആ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്, ശരിയല്ല. പിന്നെയോ അതുപോലെയുള്ളത് അനുഭവിക്കാതെ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കിട്ടൂല എന്ന് ഖുർആൻ തീർത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് അതൊക്കെ പഠിച്ച മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതായി ഇസ്ലാമിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ ജസീറയുടെ, ഈ അറബ്യൻ ഗൾഫിന്റെ നാനാതുറകളിൽ നിന്നിട്ട് വന്നിട്ട് റസൂലിനോട് മുത്തിയതൊക്കെ യാ റസൂലല്ലാ, നിങ്ങളുടെ കൈ നീട്ടൂ റസൂലേ, ഞങ്ങൾ ബൈഅത്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു സഹാബി അങ്ങനെ ബൈഅത്ത് ചെയ്തപ്പോൾ ആ സഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഇതിനെല്ലാം നിങ്ങളുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തത്, ഞാൻ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തത് ഈ മതത്തെ സ്ഥാപിക്കാൻ, ഈ തൗഹീദിനെ പ്രചരിപ്പിക്കാൻ, ഇത് ലോകവ്യാപകമാക്കാൻ നിങ്ങൾ ചെയ്യുന്നതായ ആ മത്സരത്തിൽ, ആ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽ എൻ്റെ കയ്യിലുള്ളത് ഈ കടാരി പോലത്തെ കടാരി ഈ ഭാഗത്തിൽ നിന്നിട്ട് പ്രവേശിച്ച് മറുവശത്തിൽ കൂടി പുറത്തുപോയി സ്വർഗത്തിൽ പറന്നു ചെല്ലണം, ഇതിനു വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയുന്നവരെ പോലും നാം അവരുടെ കൂട്ടത്തിൽ കണ്ടു. അപ്പോൾ അത്രയും ധീരയോദ്ധാക്കളായ നേതാക്കളാക്കി അവരെ മാറ്റിയത് എന്തുകൊണ്ടാണ്? അവര് നമുക്കറിഞ്ഞതായ ഈ ഖുർആനിനെ അവര് ശരിക്ക് പഠിച്ചു. നാം പഠിച്ചതുപോലെയല്ല പഠിച്ചത്. നാം പഠിച്ചതുപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ തത്വത്തിലേക്ക്, ആ റിസൾട്ടിലേക്ക് അവരെത്തുകയില്ലായിരുന്നേ. മുസ്ലിം ആകുമ്പോൾ തന്നെ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചുകൊണ്ട് അവര് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടുമ്പോൾ തന്നെ ആള് മാറുന്നു, ആള് ചേഞ്ച് ആകുന്നു. അത് ആണാണെങ്കിലും അങ്ങനെ തന്നെ, പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ളവർ ജീവിച്ച നാട്ടിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചമുണ്ടാവണം. എവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്? മുഹാജിറുകളുടെ നാട്ടിൽ. അതിനു മുമ്പ് അള്ളാഹുവിന്റെ റസൂല് അന്ത്യവിഷമമുള്ള നാട്ടിൽ, അള്ളാഹുവിന്റെ റസൂല് 10-ൽ പരം വർഷങ്ങൾ ഇവിടെ പ്രയാസപ്പെട്ടതായ നാട്ടിൽ, അള്ളാഹുവിന്റെ റസൂല് ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ മൂലാധാരമാകുന്ന ഖുർആനിനെ, അതിന്റെ വിശദാംശമാകുന്ന സുന്നത്തിനെ പഠിപ്പിച്ച നാട്ടിൽ, ആ പഠിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭാര്യമാർക്ക് വേണ്ടി കുടിൽ കെട്ടിക്കൊടുത്തു. അതിന് ഹുജറാത്ത് എന്ന് പേര് വെക്കപ്പെട്ടു. ആ ഹുജറാത്തിനെ കുറിച്ച് ഖുർആനിൽ സൂറത്ത് തന്നെയുണ്ട്. അങ്ങനെയുള്ള ഹുജറാത്തിൽ നിങ്ങളുടെ വീടുകളിൽ വെച്ചിട്ട് ഓതപ്പെടുന്നതായ ആ ഖുർആനിനെ നിങ്ങൾ സ്മരിക്കുക, പഠിക്കുക, ഗ്രഹിക്കുക, മനസ്സിലാക്കുക. എന്തേ? നിങ്ങൾ ലോക മുസ്ലിങ്ങൾക്ക് ആരാണ്? മാതൃക വനിതകളാണ്, മാതൃകയായി ജീവിക്കേണ്ടവരാണ്. അങ്ങനെയുള്ളവരായതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ശരിക്ക് പഠിക്കുക, ശരിക്ക് മനസ്സിലാക്കുക, ശരിക്ക് സ്മരിക്കുക, ശരിക്ക് അതിനെ പഠനം നടത്തുക എന്ന് മാത്രമല്ല, മിനൽ ആയാതി ദൃഷ്ടാന്തങ്ങളെ വൽ ഹിക്മ, അഥവാ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഹിക്മ എന്ന പദത്തിന് അർത്ഥം വെച്ചത് സുന്ന എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ്, പ്രവചനങ്ങൾ, ഈ ഖുർആനിന്റെ വിശദാംശമാകുന്ന പ്രവചനങ്ങൾ, അതൊക്കെ നിങ്ങൾ പഠിക്കൂ എന്ന് അവിടെയുള്ള സ്ത്രീകൾക്ക്, ആ റസൂലുള്ളാഹിന്റെ കുടിലിൽ താമസിച്ചിരുന്ന സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവർക്ക് ട്രെയിനിങ് നൽകുന്ന ശൈലിയാണ്. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കേണ്ടതല്ലോ. അവർ യുദ്ധം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധമില്ല, നിങ്ങൾക്ക് യുദ്ധത്തിന് പകരം നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് ഹജ്ജാണ്, ഉംറയാണ്. സ്ത്രീകൾക്കുള്ള യുദ്ധം അത് ഹജ്ജും ഉംറയുമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ അവർ പോകൽ നിർബന്ധമില്ല. ഉഹദ് പോലത്തെ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലുള്ള ചില യുദ്ധങ്ങളിൽ ചില ഭർത്താക്കന്മാരോടുകൂടി ചില ഭാര്യമാർ ചെന്നിരുന്നു. അവരിൽ നിന്നിട്ട് ശുശ്രൂഷ ആവശ്യമുള്ളവർക്ക്, അഥവാ മരുന്നുകൾ ആവശ്യമുള്ളവർക്ക് മരുന്ന് കൊടുക്കാനോ, വെള്ളം ആവശ്യമുള്ളവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാനോ അവർ പരിശ്രമിച്ചിരുന്നു. അതില്ല എന്ന് നാം പറയുന്നില്ല. പക്ഷേ അവര് അവസാന കാലഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ജിഹാദിന് വേണ്ടി റസൂലുള്ളാഹിനോട് അനുവാദം ചോദിച്ചപ്പോൾ നിങ്ങൾക്കുള്ള ജിഹാദ് അത് എന്താണ്? ഹജ്ജാണ്, ഉംറയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ഓരോരുത്തരും അവരവർക്കുള്ള ചുറ്റുപാടനുസരിച്ച്, ആ ശരീര ആകൃതി അനുസരിച്ച്, അവരുടെ കഴിവനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾ, നാം നമ്മുടെ നാട്ടിലൊക്കെ ഘോഷയാത്ര നടക്കുമ്പോഴൊക്കെ മുസ്ലിം സ്ത്രീകൾ അതിൽ പങ്കെടുക്കാതിരിക്കലാണ് നല്ലത്. അവരുടെ ശരീര ആകൃതിക്ക് യോജിച്ചതല്ല അത്. ഇസ്ലാമിക വീക്ഷണത്തിൽ അവരവരുടെ അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ശബ്ദം പൊക്കാതെയും അന്യ പുരുഷന്മാരുടെ കൂടെ ഇടകലരാതെയും അവര് ഭദ്രതയോടുകൂടി അവരുടെ അഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ജീവിക്കേണ്ടത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രീതി അവർക്ക് ലഭിക്കുക. അള്ളാഹിന്റെ പ്രീതി എവിടെ ഇറങ്ങുന്നു അവിടെയാണ് അള്ളാഹുവിന്റെ സഹായം ഇറങ്ങുക. അതുകൊണ്ട് ഇസ്ലാമിക വീക്ഷണത്തിൽ അങ്ങനെയുള്ളതായ മുളാഹറാത്ത് പോലത്തതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രതിഷേധങ്ങൾ ചെയ്യുന്നവർ ചെയ്തോട്ടെ, അത്
അത് ചെയ്യേണ്ട എന്ന് എനിക്ക് അഭിപ്രായമില്ല. ചെയ്യുന്നവർ ചെയ്യേണ്ടത് പ്രതിഷേധം അത് അപകട ശൈലിയിലല്ല, മറിച്ച് ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ മാത്രമാണ്. അതേസമയത്ത് സ്ത്രീകൾ അത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുക എന്നത് അവർക്ക് ഉചിതവും അല്ല എന്നത് കൂടി ഇത്തരണത്തിൽ മനസ്സിലാക്കൽ അനിവാര്യമാണ്. പറഞ്ഞു വരുന്നത്, ഇവിടെ വന്ന് പോകുമ്പോൾ നാം ആളുമാറണം. എങ്ങനെയാണ് ആള് മാറേണ്ടത്? ഈ ഇസ്ലാമിനെ ശരിക്ക്, അതാണ് പ്രയാസം എവിടെ സംഭവിച്ചത്, ഇസ്ലാമിനെ ശരിക്ക് മനസ്സിലാക്കിയില്ല, മനസ്സിലാക്കി കൊടുക്കേണ്ടവർ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല എന്ന തെറ്റാണ് നമ്മുടെ ഇടയിലുള്ളതായ പ്രധാനപ്പെട്ട വീഴ്ച. അതുകൊണ്ട് മാക്കാൻ അല്ലാഹു യദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് തയ്യിബ്. അല്ലാഹുവിന് യോജിച്ചതേ അല്ല സത്യവിശ്വാസികൾ അവരുടെ ഇടയിൽ ഈ രൂപത്തിൽ ജീവിക്കുമ്പോൾ അവർക്കൊന്ന് അവരിൽ നല്ലവരാര് നല്ലവരല്ലാത്തവരാര് അത് വേർതിരിക്കൽ എന്തിലൂടെ? ഇസ്ലാമിക ട്രെയിനിങ്ങിലൂടെ, ഇസ്ലാമിക ആദർശത്തിലൂടെ. വേർതിരിക്കാന്ന് പറഞ്ഞാൽ അവർ പുറത്താക്കാന്നല്ല, മുസ്ലിങ്ങളിലുള്ളതായ വീഴ്ചകളെ നികത്തി യഥാർത്ഥ ഇസ്ലാമിലേക്ക് മടക്കുക. അപ്പോൾ തന്നെ തമ്മീസ് ഉണ്ടായി. അപ്പോൾ മുസ്ലിങ്ങളിൽ ഉണ്ടാകുന്നതായ വീഴ്ചകളെ നികത്തി അവരെ പരിപൂർണ ഇസ്ലാമിലേക്ക് മടക്കി അവരിൽ വ്യതിരിക്തത ഉണ്ടാക്കി കൊടുക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്നല്ലാഹു പറയുന്നു ഖുർആനിൽ. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ടത് മദീനയിൽ റസൂലുള്ള കാട്ടിയതുപോലെ, സഹാബാക്കൾ കാട്ടിയതുപോലെ, താബിഈങ്ങൾ കാട്ടിയതുപോലെ അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ചിട്ട് അക്ഷരം പ്രതി അള്ളാഹിനെ പ്രീതിപ്പെടുത്തി ജീവിക്കാൻ വേണ്ടി പാടുപെടുക. ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്. അങ്ങനെ ജീവിച്ചപ്പോൾ മാത്രമല്ലാതെ അള്ളാഹു അവർക്ക് സഹായമറക്കിയിട്ടേ ഇല്ല. നോക്കൂ, നിങ്ങൾ ഇവിടെ മദീനത്ത് വരാൻ ചാൻസ് കിട്ടിയവർ മദീനയിൽ 2 പരസ്പര വിരുദ്ധമായ കാഴ്ചയാണ് കാണുന്നത്. ഒന്ന് ഉഹദ് യുദ്ധം നടന്ന സംഭവ വികാസങ്ങൾ, മറ്റൊന്ന് ഖന്തഖ് യുദ്ധം നടന്ന സംഭവ വികാസങ്ങൾ. നിങ്ങൾ ചരിത്രം വായിച്ചവരായിരിക്കാം, പഠിച്ചവരായിരിക്കാം. ഉഹദ് യുദ്ധത്തിൽ വിജയിക്കാനുള്ള സർവ്വ ചാൻസും ആർക്കായിരുന്നു? മുസ്ലിങ്ങൾക്ക്, അല്ലേ? വിജയിക്കാനുള്ള സർവ്വ ചാൻസും മുസ്ലിങ്ങൾക്ക്. എന്തേ? എവിടെയാണ് നാം യുദ്ധം ചെയ്യേണ്ടത്? ഏത് ഭാഗത്താണ് നാം നമ്മുടെ ക്യാമ്പ് സ്ഥാപിക്കേണ്ടത്? ഏത് ഭാഗത്താണ് മുസ്ലിങ്ങൾ നിൽക്കേണ്ടത്? ഈ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ വരുന്ന റൂട്ട് ഏത് വഴിയിൽ കൂടിയേ അവർക്ക് അനുവദിക്കാവൂ? ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചു. കാരണം മദീനയുടെ അകത്താണ് യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധങ്ങളിൽ സംഭവിക്കാറുള്ളത് പോലെ മൈമനത്തുൽ ജയ്ഷ്, മൈസറത്തുൽ ജയ്ഷ്, മുഖദ്ദിമത്തുൽ ജയ്ഷ്, മുഅഖിറത്തുൽ ജയ്ഷ്, ഇങ്ങനെ 4 ജനാഹകളാണ്, ചിറകുകളാണ് പോർക്കള യുദ്ധത്തിൽ ഉണ്ടാവുക. ഈ പോർക്കള യുദ്ധത്തിൽ 3 ഭാഗവും റസൂലുള്ളാഹി എന്ത് ചെയ്തു? കവർ ചെയ്തു. എന്തിലൂടെ? റസൂലുള്ളാഹിന്റെ പട്ടാളത്തിലൂടെയും ഈത്തപ്പന തോട്ടങ്ങളിലൂടെയും. അതോടുകൂടി ഒരു ഭാഗത്തു നിന്നല്ലാതെ ശത്രുക്കൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. മക്കയുടെ ഭാഗത്തുള്ളതായ ആ റൂട്ട് മാത്രം. മറ്റു ഭാഗങ്ങളൊക്കെ ബാക്ക് സൈഡിൽ ഉഹദ് പർവ്വതം, ആർക്കും വരാൻ പറ്റൂല. നേരെ മുമ്പിൽ മദീനയുടെ ഭാഗം, അത് റസൂലുള്ളാഹിന്റെ പട്ടാളങ്ങൾ. പിന്നെ അവിടെ ഒരു പഴുതുണ്ട് എന്ന് റസൂലുള്ളാഹിക്ക് തോന്നിയിരുന്നു. അതെന്താണ്? പിൻകാലഘട്ടത്തിൽ ജബൽ റുമാത്തി എന്ന പേരിൽ അറിയപ്പെട്ട യഥാർത്ഥ പേരാകുന്ന ജബലുൽ ഐനൈൻ എന്ന ആ കുന്നുള്ള ഭാഗത്തിൽ ശത്രുക്കൾ കടന്നു കളയുമോ എന്ന് പേടിയുണ്ടായിരുന്നു റസൂലിന്. അതില്ലാതിരിക്കാൻ വേണ്ടി 50ഓളം അമ്പെയ്ത്ത് വിദഗ്ധന്മാരെ സ്പെഷ്യൽ യൂണിഫോം ധരിപ്പിച്ച് അതിൻ്റെ മീതെ നിർത്തുകയും ചെയ്തു. ആർക്കും ഇവിടെ വരാൻ അനുവദിക്കരുത് എന്ന ഓർഡർ കൊടുത്തുകൊണ്ട്, എൻ്റെ അനുവാദം കിട്ടാതെ നിങ്ങൾ ഇറങ്ങരുത് എന്ന കൽപ്പന കൽപ്പിച്ചുകൊണ്ട്. അതോടുകൂടി വിജയിക്കാനുള്ള സർവ്വ ചാൻസ് മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിലേക്ക് അടുത്തവർ, അത് ബദരീങ്ങളാണെങ്കിൽ ഉഹദീങ്ങളാണെങ്കിൽ അവരെക്കാളും അടുത്തവർ നബിമാർ കഴിഞ്ഞാൽ ആരാ ലോകത്തുള്ളത്? അത്രയും അള്ളാഹിലേക്ക് അടുത്തവരാണല്ലോ അവരിൽ നിന്നിട്ട് ചെറിയ തെറ്റ് വരുമ്പോൾ അത് അള്ളാഹിന്റെ വീക്ഷണത്തിൽ അത് വലിയ തെറ്റായി മാറുന്നു. മനസ്സിലായില്ലേ? നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ ഒരു തെറ്റ് ചെയ്താൽ അത് വലിയ തെറ്റായി നാം കാണും. നമ്മുടെ അടുത്ത സ്നേഹിതൻ അല്ലെങ്കിൽ നമ്മളോട് പോകുന്ന പോക്കിൽ പോടോ നീ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പോടോ നായെന്ന് പറഞ്ഞു, ഒന്ന് നോക്കും, ആരടാ നീ എന്ന് ചോദിക്കുമെന്നല്ലാതെ അതിനപ്പുറം ചെയ്തോളൂന്നില്ല. കാരണം ആളെ പരിചയമില്ല, ഒരു പക്ഷെ ഭ്രാന്തനായിരിക്കും, മനസ്സിലാക്കി വിടും, അല്ലേ? പക്ഷെ ഒരു അടുത്ത സ്നേഹിതം എന്തെങ്കിലും ചെറിയ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ആക്ഷേപവും വലിയ ദേഷ്യവും വരും എന്നതുപോലെ അള്ളാഹുവിന് ഉദാഹരണപ്പെടുത്താൻ വേണ്ടിയല്ല, പക്ഷേ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതായ ഉദാഹരണമാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവരായ വിഭാഗം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, എന്ത്? നിങ്ങൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ അഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹും, ഒരു സമൂഹത്തെ അല്ലാഹ് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ പരീക്ഷിക്കും. അതാണ് എന്ത് സംഭവിച്ചു? ഉഹദ് പോർക്കളത്തിൽ നല്ല പരീക്ഷണം ഉണ്ടായി. നിങ്ങളെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെ. അതേ സമയത്ത് നിങ്ങൾ പരീക്ഷണത്തിൽ ചിലവരൊക്കെ പരാജയപ്പെട്ടു, അള്ളാഹ് നിങ്ങൾക്ക് മാഫ് ചെയ്തു തരുകയും ചെയ്തു എന്ന് അവിടുന്ന് തന്നെ അള്ളാഹ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവർക്ക് മാഫ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. എന്തേ? ഖിയാമത്ത് നാൾ വരെ മുസ്ലിങ്ങൾ നിന്നിട്ട് ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കുന്നവര് സഹാബാക്കളെ കുറ്റം പറയാൻ പാടില്ല. കുറ്റം പറയാൻ പറ്റുന്നവരല്ലേ എല്ലാവര്. ഒരു പ്രാവശ്യം ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റിലേക്ക് മടങ്ങുക എന്ന സ്വഭാവം അവരിലില്ല. പക്ഷെ അവിടെ നമുക്ക് ലോക കമാൻഡർമാർക്ക്, ലോക നേതൃത്വങ്ങൾക്ക്, ലോക ദായികൾക്ക്, പ്രബോധകന്മാർക്ക്, ലോക പ്രാസംഗികന്മാർക്ക്, എല്ലാ മുസ്ലിം നേതാക്കൾക്ക് പാഠം പഠിപ്പിക്കുന്ന ഒരു മഹാ ട്രെയിനിങ് കോഴ്സ് ലഭിക്കപ്പെട്ടതായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആയിരുന്നു എന്ത്? ഉഹദ് പോർക്കളം. ഇനി നാം ഖന്തക്കിലേക്ക് മടങ്ങാം. ഖന്തഖ് യുദ്ധം എന്താണ് സംഭവിച്ചത്? നേരെ വിപരീതം. പരാജയപ്പെടാനല്ലാതെ വിജയിക്കാനുള്ള ഒരു ചാൻസുമില്ല. ഇവിടെ വിജയിക്കാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. പക്ഷേ മുസ്ലിങ്ങൾക്ക് വാക്ക് പാലിക്കാത്തത് കൊണ്ട് പരീക്ഷണം അനുഭവിക്കേണ്ടി വന്നു, അല്ലേ? അതല്ലേ നാം കേട്ടത്. എന്നാൽ ഖന്തഖ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വളരെ ചുരുക്കം 3000 പേര് മാത്രം. ശത്രുക്കൾ 10,000-ൽ പരം. മറ്റൊരു അഭിപ്രായത്തിൽ ബനു വായിൽ ഗോത്രക്കാരും ഹൈബറിലുള്ളവരൊക്കെ കൂടുമ്പോൾ 40,000-ഓളം എന്ന് പറഞ്ഞവരും ചരിത്രകാരന്മാരുണ്ട്. ഏതായാലും 10,000 അഭിപ്രായ വ്യത്യാസമില്ലാതെ 10,000-ൽ പരം പേര് മദീന വളഞ്ഞ രംഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ് സാഗത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതظنون ബില്ലാഹി ظنونا ഹുനാലിക ബതുലിയൽ മുഅ്മിനൂൻ വസുൽസിലു സിൽസാലൻ ഷദീദാ. മുസ്ലിങ്ങളെ കിടുകിടുക്കപ്പെട്ട സന്ദർഭമായിരുന്നു അത്. മുസ്ലിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമില്ലാത്ത രംഗമാണ്. പട്ടിണിയിലാണ്. സുബ്ഹാനല്ലാഹ്. സാധാരണ ഈത്തപ്പഴം കൊലിച്ചു വരുന്ന സന്ദർഭം ആണെങ്കിൽ പ്രശ്നമില്ല. അതല്ല, അങ്ങനെയുള്ള സന്ദർഭമല്ല. നമ്മുടെ ഭാഷയിൽ പറയുന്ന പത്തായൊക്കെ ഖാലിയായിരുന്നു. ഭക്ഷണമില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് സഹാബാക്കൾ 3000-ഓളം പേര് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയത്. എന്നിട്ട് ശത്രുക്കളുടെ എണ്ണപ്പെരുപ്പം കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ളതായ ആ ഇസ്ലാമിന്റെ ആദ്യത്തെ പാർലമെന്റ്, അസംബ്ലി, കോളേജ്, യൂണിവേഴ്സിറ്റി, ദർസ് എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന സ്വർഗത്തോപ്പിന്റെ പരിസരത്തിൽ വെച്ചിട്ട് അവരോട് ആരാഞ്ഞു അഭിപ്രായം. എന്ത് വേണം, എന്ത് കാട്ടണം? ഇവരോട് നേരിടാൻ നമ്മളെ കൊണ്ട് സാധിക്കൂലല്ലോ. സാമ്പത്തിക ശേഷിയില്ല, ശാരീരിക ശേഷിയില്ല എന്ന് മാത്രമല്ല ആയുധശേഷിയില്ല. ഏത് രൂപത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് തുല്യതയില്ലേ? ഇല്ല. എന്ത് വേണം? അപ്പോഴാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അഭിപ്രായപ്പെട്ടത്, ഞങ്ങളുടെ നാടാകുന്ന പെർഷ്യയിൽ ഞങ്ങൾ യുദ്ധം വരുന്ന സന്ദർഭത്തിൽ കിടങ്ങ് കുഴിക്കാറുണ്ട്, അത് ഇവിടെയും നമുക്ക് കുഴിക്കാമെന്ന് തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതനുസരിച്ചിട്ട് കിടങ്ങ് കുഴിക്കാൻ തീരുമാനിച്ചു. 9,000-ൽ പരം 10,000-ഓളം അടി നീളമുള്ളതായ സ്ഥലത്ത് ഉഹദ് പോർക്കളത്തിന്റെ ആ ഭാഗം വരെ എത്തുന്ന രൂപത്തിൽ 3000 പേര് റസൂലും സഹാബത്തും കൂടി 10,000-ഓളം വരുന്നതായ അടി നീളത്തിൽ കിടങ്ങ് കുഴിച്ചു. കിടങ്ങിന്റെ താഴ്ഭാഗത്തെ കുറിച്ച് 15ഓളം അടി ആഴമെന്ന് പറയപ്പെടുന്നു. പക്ഷേ അകലം അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അകലം എത്രയാണ്? ഒരു കുതിര സ്പീഡിൽ ഓടി വന്നാൽ, ഏത് കുതിര? ട്രെയിനിങ് നൽകപ്പെട്ട കുതിര. സാധാരണ കുതിര അല്ലല്ലോ, യുദ്ധത്തിന് വരുന്നവരുടെ കുതിര. ട്രെയിനിങ് നൽകപ്പെട്ട കുതിര സ്പീഡിൽ ഓടി വന്നാൽ ചാടാൻ പറ്റാത്തത്ര അകലത്തിൽ അത്രയും വിശാലമുള്ള കിടങ്ങായിരുന്നു റസൂലും സഹാബാക്കളും കുഴിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാം എന്ത് കാട്ടി? നാം എന്ത് ചെയ്തു ഇസ്ലാമിന് വേണ്ടി? ഒരു തുള്ളി വേർപ്പെങ്കിലും ഒലിപ്പിച്ചോ ഇതുവരെ? ഒരു CD എത്തിച്ചു കൊടുക്കാൻ അല്ല. വാട്സാപ്പിൽ കൂടി പലതും കാണും, പലതും കേൾക്കും, പല കള്ളപ്രചരണങ്ങൾ നടത്തും. കള്ളപ്രചരണങ്ങൾ നമുക്ക് വരുന്നതൊക്കെ നാം അത് മറ്റുള്ളവരേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. അതിനിടയ്ക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ ഇപ്പോൾ നാം ഇന്ന് നിസ്കാരം നിസ്കരിച്ചു, സ്പെഷ്യൽ നമസ്കാരം. ലോക മുസ്ലിങ്ങൾ എന്നിട്ട് പല നാട്ടുകാർ നിസ്കരിച്ചു. ഏത് നിസ്കാരമാണ്? കുസൂഫ് നമസ്കാരം, അല്ലേ? ഈ കുസൂഫ് നമസ്കാരം അടുത്ത കാലഘട്ടങ്ങളിലാണ് പലർക്കും അറിയാൻ തന്നെ സാധിച്ചത്. എന്താ സാധനം തന്നെ അറിഞ്ഞില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഞാൻ കേരളത്തിൽ ജീവിച്ച കാലമാകുന്ന, ഞാൻ വന്നിട്ട് 50 കൊല്ലത്തോളായി. ആ 50 കൊല്ലം മുമ്പ് കേരളത്തിൽ, ഞാൻ കാസർഗോട്ടുകാരനാണ്, കാസർഗോഡ് മുഴുവനുമായിട്ട് ഒരവസരത്തിൽ ഗ്രഹണമുണ്ടായപ്പോൾ ഒരു പള്ളിയിൽ നിസ്കാരം നടന്നിട്ടുള്ളൂ. ഒരു പള്ളിയിൽ നിസ്കാരം നടന്നിട്ടുള്ളൂ. അതാണ് നമ്മുടെ നാട്ടിൻ്റെ സ്ഥിതി.
പിന്നെ അത് അൽഹംദുലില്ലാഹ് പുരോഗതിയൊക്കെ പ്രാപിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ അറിയാത്തവർ ധാരാളമുണ്ട്, എങ്ങനെ നമസ്കരിക്കണമെന്ന് അറിയാത്തവർ ധാരാളമുണ്ട് എന്നത് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടക്കുന്നതായ വാട്സാപ്പിൽ കൂടി വരുന്നതായ മെസ്സേജുകളിൽ കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. അത്രയും ഇസ്ലാം അപരിചിത മതമാകുന്ന കാലഘട്ടത്തിലാണ് ഇത്രയും മാധ്യമങ്ങൾ ഉള്ളതോടുകൂടി നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു എന്തെങ്കിലും പെരുപ്പം പറയാനോ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കും ഇന്നതൊക്കെ ചെയ്തു എന്ന് കാട്ടാനോ വല്ലതും നമ്മുടെ മുമ്പിലുണ്ടോ? ഇല്ല 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 എന്നതാണ് യാഥാർത്ഥ്യം. ആപേക്ഷികമായിട്ട് എന്തേ നാം 1600 മില്യനാണ്. 1600 മില്യനാണ്. 1600 മില്യൺ പോകട്ടെ, അതിൽ 1 മില്യൺ മാത്രം യഥാർത്ഥ തൗഹീദ് അടിയുറച്ച് നിന്നുകൊണ്ട് പ്രബോധനം വേണ്ടതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ ഈ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ സംഭവിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ പ്രതിഷേധ വകുപ്പിൽ നിന്നിട്ട് വരുന്നതായ ചോദ്യങ്ങൾ ഉന്നയിക്കാനോ ആരും ഒരുങ്ങുകയില്ലായിരുന്നേനെ. എന്തേ? മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അല്ലാഹുവിനെ ഒരാൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ സർവ്വതും അവനെ ഭയപ്പെടുന്നതാണ്. പക്ഷേ സംഭവം ഇവിടെ എന്താണ്? ബഹുഭൂരിപക്ഷം അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ. എന്താ നിങ്ങളുടെ ശിട്ടാവായ നാഥനായ ലോകനിയന്താവായ റബ്ബുൽ ഇസ്സത്തായ എന്നെ നിങ്ങൾ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കേണ്ടതുപോലെ ആദരിക്കുന്നില്ല. ഞാൻ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടികളായ കാക്ഷിക്കുന്ന മുദ്രിക്കുന്ന സൃഷ്ടികളോട് എന്നെ നിങ്ങൾ എന്തുകൊണ്ട് തുല്യപ്പെടുത്തുന്നു? എന്നെ നിങ്ങൾ എന്തുകൊണ്ട് ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ പറയേണ്ട സന്ദർഭമാണിത്, എന്നിട്ട് പ്രചരിപ്പിക്കേണ്ട സമയമാണ്. എന്തേ? യഥാർത്ഥ രോഗം ഇതാണ്. ഈ രോഗം സുഖപ്പെട്ടാലല്ലാതെ ഒരിക്കലും നമുക്ക് വിജയമില്ല, ഒരിക്കലും നമുക്ക് നേട്ടമില്ല, ഒരിക്കലും നമുക്ക് നമ്മുടെ ഉദ്ദേശത്തിലേക്ക് എത്താൻ സാധിക്കുക തന്നെ ഇല്ല. അല്ലാഹു ഖുർആനിൽ ഇദാ റകിബു ഫിൽ ഫുൽകി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവിചാരിതമായി അവരിലിട്ട് വന്നതാണ്. കടലിൽ കയറിയപ്പോൾ കടൽ ഇളകി. എന്താ സംഭവിച്ചത്? ആത്മാർത്ഥമായി അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അപ്പോഴോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായ അനുഗ്രഹത്തിലൂടെ അല്ലാഹു പറയാണ് ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, അവരെ നാം കരയിലേക്ക് രക്ഷപ്പെടുത്തി. കാഫിരീങ്ങളെ രക്ഷപ്പെടുത്തിയതാണ് പറയുന്നത്. എപ്പോൾ? അവർ തൽക്കാലമായിട്ട് തൗഹീദിലേക്ക് മടങ്ങിയപ്പോൾ. തൽക്കാലമായി തൗഹീദിലേക്ക് മടങ്ങിയപ്പോൾ അല്ലാഹു പറയാണ് ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. പക്ഷേ ദഅഉല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അവരെ നജ്ജാഹും ഇലൽ ബർരി, എപ്പോഴാ രക്ഷപ്പെടുത്തിയത്? കരയിലേക്ക്. അവരെ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ. അപ്പോൾ തൽക്കാലമായിട്ട് അള്ളാഹനെ മാത്രം വിളിച്ച് ബഹുദൈവ വിശ്വാസികളാകുന്ന ആ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന അറക്കുന്ന മുശ്രിക്കീങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അവർക്ക് വിജയം തൽക്കാലമായി നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നാം ഈ 1600 പരം മില്യൺ മുസ്ലിങ്ങൾ, അതിൽ നല്ലൊരു ശതമാനം അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് ഖുർആൻ കൽപ്പിച്ച ശാസിച്ചതുപോലെയുള്ളതായ ആ മുവഹിദീങ്ങളായ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച, 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച, 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഹൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എൻ്റെ സമുദായം, എൻ്റെ കാലഘട്ടക്കാർ, അവരാണ് ഉത്തമ സമുദായം, അവർക്ക് തൊട്ട കാലഘട്ടക്കാരാണ് ഉത്തമ സമുദായം എന്ന് റസൂലുള്ളാഹി വിശേഷിപ്പിച്ച ആ കാലഘട്ടത്തിലുള്ളവരുടെ ആ തൗഹീദ്, ആ ദൃഢമായ വിശ്വാസം, അള്ളാഹുമായുള്ള ബന്ധം നാം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സംശയമേ ഇല്ല ആ ബദരീങ്ങൾക്കറിഞ്ഞ അതേ നസ്ർ, അതേ സഹായം അറിഞ്ഞുക തന്നെ ചെയ്യും. അള്ളാഹു ഒരു വകുപ്പിന് വേണ്ടി മാത്രം അല്ല ഖുർആനിൽ സഹായമാർക്കാന്ന് പറഞ്ഞത്. ബദരീങ്ങൾക്ക് മാത്രമുള്ള കുത്തകയായിരുന്നില്ല, അതുപോലെ ഉഹദീങ്ങൾക്ക് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ ഹുനൈൻ യുദ്ധത്തിൽ മാത്രമായിരുന്നല്ല, ഏത് യുദ്ധത്തിൽ മാത്രമായിരുന്നല്ല, മറിച്ച് ഇൻ തൻസുറുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, അഥവാ അള്ളാഹിന്റെ മതം നിങ്ങൾ പ്രചരിപ്പിച്ചാൽ, അള്ളാഹുവിന്റെ മതത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യം നിങ്ങൾ നിർവഹിക്കാൻ തീരുമാനിച്ചാൽ യൻസുർക്കും, നിങ്ങൾ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. മറുവശം എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഓർക്കുന്നത് ഉച്ചക്ക്, നിങ്ങൾ അള്ളാഹു നിന്യരാക്കുകയാണെങ്കിൽ, നികർഷരാക്കുകയാണെങ്കിൽ, കൊളരുതാത്തരവായി നിങ്ങൾ ജീവിച്ചാൽ, അള്ളാഹനെ വില വെക്കാതെ നിങ്ങൾ ജീവിച്ചാൽ, ആരാണ് നിങ്ങളെ അള്ളാഹു അല്ലാത്ത സഹായിക്കാൻ വരുന്നവർ? ആരുമില്ല. അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ കൂടെയാവണമെന്ന തത്വം മദീന പഠിപ്പിക്കുന്ന തത്വമാണ്, മദീനയിൽ നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ച തത്വമാണ്. അതുകൊണ്ടാണ് റോമൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തെ കിട്ടുകിട്ട വിറപ്പിക്കാൻ ആ ആട്ടിടിയന്മാരാണെന്ന് അവർ വിശേഷിപ്പിച്ചതായ മുഹമ്മദിനും അനുയായികൾക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചത്. അവരിവിടുന്ന് അയക്കുന്ന എഴുത്ത് മാത്രം എത്തുമ്പോൾ അവർ വേറെ വറക്കലായിരുന്നു. അവരാരാണ് അവരെന്ന് പറഞ്ഞാൽ ഭൂമിയെ 2-3 ഓഹരി വെച്ചിട്ട് ഭരിക്കുന്നതായ മഹാശക്തന്മാർ,
വിറവറക്കലായിരുന്നു. അതൊക്കെ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും പറയല്ലല്ലോ, കെട്ടുകഥകളല്ലല്ലോ, അസാത്തീറുൽ അവ്വലീനല്ലല്ലോ, മറിച്ച് അത് അനുഭവിച്ച യാഥാർത്ഥ്യമാണ്, സംഭവിച്ചതായ സംഭവ വികാസമാണ്. ശത്രുമിത്രഭേദമന്യേ എഴുതിപ്പോയതായ സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതപ്പെടേണ്ടതായ ഒരു മഹാരംഗങ്ങളും സംഭവങ്ങളും ആയിരുന്നു. ക്ഷമിക്കണം, സ്ഥിരം ക്ലാസ് ഞങ്ങളുടെ വിഷയം സാഹോദര്യം എന്നതാണ്. നമുക്ക് ഇനിയും സംസാരിക്കാം. കാരണം അള്ളാഹുവിൻ്റെ അതിഥികളെന്ന് നാം ഹദീസ് വിശേഷിപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങൾ എന്ന ഹദീസ് വിശേഷിപ്പിക്കുന്ന അങ്ങനെയുള്ള നമ്മുടെ സഹോദരന്മാർ ഇരിക്കുന്ന സദസ്സാണ്. ബഹുഭൂരിപക്ഷം അവരാണ് എന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകം അറിയേണ്ട കാര്യങ്ങളും എല്ലാവരും പഠിക്കേണ്ട കാര്യങ്ങളും ആണ് ഇവിടെ ഇതുവരെ പറഞ്ഞത്. അള്ളാഹു നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നാം ഇന്നേക്ക് വേണ്ടി സെലക്ട് ചെയ്ത വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രശ്നം ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി നാം ഒരുങ്ങണം. അപ്പോഴോ ഇന്ന് തന്നെ മദീനത്തെ പള്ളിയിൽ ചെന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക, സന്ദർശകരോട് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക, ഞങ്ങൾ ഇതാ ഇനിമേലിൽ പുതിയ മനുഷ്യന്മാരാവാൻ തീരുമാനിച്ചു, പുതിയ പട്ടിക നിരത്തി വെക്കാൻ തീരുമാനിച്ചു. പഴയ ഫയലിനോട് എന്നേക്കും വിടവാങ്ങി ആ ഫയലുകളിൽ തോന്നിവാസങ്ങളും അനാചാരങ്ങളും അക്രമങ്ങളും അനീതികളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും എന്തെല്ലാം അനിസ്ലാമികത്വങ്ങളുണ്ടോ അതിനോടെല്ലാം എന്നേക്കുമായി ഞാൻ വിടവാങ്ങി. ഏതുപോലെ പണ്ട് നമ്മുടെ സഹബാക്കൾ മദീനയിൽ വിടവാങ്ങിയതുപോലെ, മുഹാജിറുകൾ അൻസാറുകൾ വിടവാങ്ങിയതുപോലെ, എന്നിട്ട് മുഹാജിറുകൾക്ക് അൻസാറുകൾക്ക് പ്രതാപങ്ങൾ നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയതുപോലെ അവര് ഉണ്ടോന്ന് ചോദിക്കലായിരുന്നു എന്ന് റസൂൽ പറയുന്നത്. റസൂൽ പറയാണ്, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ നിങ്ങൾ റിപ്പബ്ലിക്കുമായി നാടുകളെ ഫതഹാക്കാൻ വേണ്ടി, തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി, ഖുർആനും സുന്നത്തും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പുറപ്പെടുന്ന സന്ദർഭത്തിൽ അവർ ചോദിക്കും നിങ്ങളോട്, നിങ്ങളുടെ കൂടെ സഹബാക്കളുണ്ടോ? ഉണ്ടെന്ന് മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് ആ നാട്ടിൻ്റെ കവാടം തുറന്നു കിട്ടും. നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലോകം അത് കണ്ടു. ആ സംഭവങ്ങൾ റഷ്യൻ നാടുകളിലൂടെ, യൂറോപ്പിൽ നിന്നിട്ട് ചില നാടുകളിലൂടെ, ഇവിടുന്ന് അങ്ങോട്ടുള്ളതായ നാടുകളിലൂടെ നമ്മുടെ സഹാബാക്കൾ ഇവിടെ നിന്ന് പോയി അവർക്ക് വാതിൽ തുറന്നു കൊടുക്കപ്പെട്ടു. അതുപോലെ തന്നെ ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ നിങ്ങൾ അവിടെ ഫതഹാക്കാൻ പോകുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ കൂടെ റസൂലിൻ്റെ സഹാബാക്കളെ കണ്ടവരുണ്ടോ? സഹാബാക്കളല്ല, സഹാബാക്കളെ കണ്ടവരുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കും വാതിൽ തുറന്നു കൊടുക്കപ്പെടും. കണ്ടില്ലേ മുമ്പന്മാരുടെ ആ ഈമാനിന്റെ കഴിവ്. അവർക്ക് യുദ്ധമില്ലാതെ റസൂലുള്ള മദീനയിൽ കടന്ന യുദ്ധമില്ലാതെയാണല്ലോ. മക്കയിലും കടന്നത് യഥാർത്ഥത്തിൽ യുദ്ധമില്ലാതെയാണ്. മക്കയിൽ യുദ്ധമില്ലാതെ കടന്നത് മാത്രമല്ല, അവിടെ ഇവിടുന്നൊക്കെ പലരും പരിശ്രമിച്ചുവെങ്കിലും ആ പരിശ്രമം വിജയിച്ചില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുറപ്പെട്ടിട്ട് 10,000-ഓളം പട്ടാളവുമായിട്ട് റസൂൽ അവിടേക്ക് ചെല്ലാണ്. ആ ചെല്ലുന്ന സന്ദർഭത്തിൽ അതിന്റെ പെരുപ്പം കണ്ടിട്ട് അബൂ സുഫിയാനെ പോലത്തവരെ ഞെട്ടാൻ വേണ്ടി റസൂലുള്ളാഹി അവരുടെ മുമ്പിൽ കൂടി നടത്താൻ, മാർച്ച് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. ആ സന്ദർഭത്തിൽ സഅദ് ഇബ്നു അബീ വഖാസ് അവിടുന്ന് പറയുകയുണ്ടായി, അൽയൗമ യൗമുൽ മൽഹമ, ഇന്നത്തെ ദിവസം ചോര ചിന്തുന്ന ദിവസമാണ് എന്ന ശൈലി പറഞ്ഞു. വാർത്ത റസൂലുള്ളാഹിലേക്ക് എത്തി. ഉടനെ തന്നെ അദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കി. കമാൻഡറായിരുന്നു ആര്? സഅദ് ഇബ്നു അബീ വഖാസ്. അദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കി. ആരാണ് സ്ഥാനത്ത് വരുന്നത്? അദ്ദേഹത്തിന്റെ മകൻ ഖൈസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥാനം നൽകുകയും ചെയ്തു. എന്തേ പ്രശ്നം? ഇത് റസൂലുള്ളാഹി അതിന് മറുപടി നൽകി, അല്ല, അൽയൗമ യൗമുർ റഹ്മ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്ന് അനുഗ്രഹീത ദിവസമാണ്, ജനങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്ന ദിവസമാണ്, ഇവിടെ ചോര ചിന്താൻ വേണ്ടി വന്ന ദിവസമല്ല എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ നടുക്കടത്തി കഴുത്തിൽ വള്ളിയിട്ട് മുറുക്കി ശകാരിച്ചു, ചീത്ത പറഞ്ഞു, റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടു. എന്തെല്ലാം കഷ്ടതകൾ റസൂലും സഹാബത്തിനും. റസൂലുള്ളാഹിന്റെ സ്വന്തം മകൾ റുഖിയ, അവരുടെ മരുമകൻ ഉസ്മാൻ വരെ മക്ക വിട്ടിട്ട്, ഖുറൈശ് നേതൃത്വങ്ങൾ മക്ക വിട്ടിട്ട് പോകേണ്ടതായ ചുറ്റുപാടുണ്ടായി. എത്യോപ്യയിലേക്ക്, അമുസ്ലിങ്ങളുടെ നാട്ടിലേക്ക്, ക്രിസ്ത്യാനികളുടെ നാട്ടിലേക്ക്. അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ സംഭവിച്ചതൊക്കെ മക്ക ജീവിതത്തിലല്ലേ? അങ്ങനെയുള്ളതായ ആ മക്കയിലേക്കാണ് മടങ്ങി വരുന്നത്. റസൂലുള്ളാഹിക്ക് തോന്നിയോ അവരൊക്കെ പിടിച്ചു കൊന്നുകളയാം? ഇല്ല. നിങ്ങൾ എല്ലാവർക്കും ഫ്രീ പോയിക്കോ, ആരെയും ഞാനിപ്പോൾ വിചാരണ ചെയ്യുന്നില്ല, ആർക്കും ഞാൻ പകരം വീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
അങ്ങനെയുള്ളതായ ആ അനുഗ്രഹീത പുരുഷനാകുന്ന നമ്മുടെ കണ്ണിലുണ്ടയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ ഭീകരതയുടെ മതമല്ല, സഹിഷ്ണുതയുടെ മതമാണ്, ശാന്തിയുടെ മതമാണ്, സമാധാനത്തിന്റെ മതമാണ്, ആത്മോത്കർഷതയുടെ മതമാണ്, ആത്മാനുഭൂതിയുടെ മതമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ഹബൂ വഅൻതും തുലഖാ എന്ന് പ്രഖ്യാപിച്ചു എന്നതാണ്. നാം ഇവിടെ മദീനത്ത് വരുമ്പോൾ, മക്കത്ത് വരുമ്പോൾ നിങ്ങളെപ്പോലത്തതായ സന്ദർശകർക്ക് ആ സ്മരണ പുതുക്കാൻ, ചരിത്രത്തിലേക്ക് കണ്ണോടിക്കാൻ, എന്നിട്ട് ഈമാൻ പുതുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ രാത്രി തന്നെ അല്ലാഹു റസൂലിന്റെ പള്ളിയിൽ ചെന്നുകൊണ്ട് അല്ലാഹുവോട് സത്യപ്രതിജ്ഞ ചെയ്യുക. ഞങ്ങളിതാ നിന്നോട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു രക്ഷിതാവേ, നിന്റെ മതത്തെ ശരിക്ക് പഠിക്കാൻ, ശരിക്ക് ഗ്രഹിക്കാൻ, ശരിക്ക് മനസ്സിലാക്കാൻ, ഈ ആദർശത്തെ ഉൾക്കൊള്ളാൻ, ഈ ആദർശത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ സഹബാക്കൾ തയ്യാറായതുപോലെ തയ്യാറാണ്. ഇനി ഞങ്ങൾ മുമ്പുള്ളതായ പഴയ പട്ടികയോട് വിടവാങ്ങി ഭീരുക്കളാവുക എന്ന തത്വം ഞങ്ങളുടെ മുമ്പിലില്ല. ഞങ്ങൾ നിന്റെ മതത്തിന് വേണ്ടി, നിന്റെ മതത്തിന്റെ വിജയ പതാക പറപ്പിക്കാൻ വേണ്ടി തയ്യാറാണ്. അത് ജനങ്ങളുടെ ഇടയിൽ, ഇതര മതസ്ഥരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ റസൂലും സഹാബത്തും എങ്ങനെയാണ് ജൂതന്മാരുടെ ഇടയിൽ ജീവിച്ചത് അതുപോലെ ജീവിക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്നതായ സുബ്ഹാനല്ലാഹ് പടവസ്ത്രം പണയം വെച്ചിട്ട് 30 ഗോതമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന കഥ അറിയാത്ത മുസ്ലിമുണ്ടോ? അത് തന്നെ ഇപ്പോൾ ധാരാളം അമുസ്ലിങ്ങൾക്കും അതറിയുന്ന വാർത്തയാണ്. അങ്ങനെ ക്രൂരതയുടെയോ അല്ലെങ്കിൽ ഭീകരതയുടെയോ ഒരു നിലക്കുള്ളതായ ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന തത്വത്തിലില്ല എന്നത് തുറിച്ച് എഴുതി കുറിച്ച് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് ഈ മതം എപ്പോഴും ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന മതമല്ല, ദ്രോഹമുണ്ടാക്കാൻ പാടില്ല. അത് നമ്മൾ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാർച്ച് നടത്തുകയാണെങ്കിൽ തന്നെ അവിടെയൊന്നും ദ്രോഹമുണ്ടാക്കാൻ പാടില്ല. ഇസ്ലാം ദ്രോഹം കൽപ്പിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അത് നമ്മുടെ ചുറ്റുപാട് അനുസരിച്ചിട്ടാണ് പറയുന്നത്, നമ്മുടെ നാട്ടിൻ്റെ ചുറ്റുപാട് അനുസരിച്ചിട്ട്. അതുപോലെ സൗദി അറേബ്യ പോലത്തതാ ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുത്തപ്പെട്ട നാടുകളിൽ ഇവിടെ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരിലൂടെ വേണ്ടതായ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകേണ്ടവർക്ക് നൽകാനുള്ള ചുറ്റുപാട് ഇവിടെ ലഭിക്കുന്നു. അതുപോലെയല്ല നമ്മുടെ നാട് എന്നതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ അന്തരീക്ഷം അനുസരിച്ചിട്ട് വല്ലവരും വല്ല പ്രതിഷേധം ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ ഇസ്ലാം വിരോധിച്ച ഒരു കാര്യവും ചെയ്യരുത്, സ്ത്രീകൾ പുറത്തിറങ്ങുകയും ചെയ്യരുത്. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതോടുകൂടി നമ്മുടെ വിഷയം സമാപിക്കുകയാണ്. നമ്മുടെ ടൈം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് മടങ്ങിയെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലദീന ജാഹദു ഫീനാ ലനഹദിയന്നഹും സുബലന, നമ്മുടെ വഴിയിലേക്ക് വരാൻ വേണ്ടി തീരുമാനിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള റൂട്ട്, അതിനുള്ള ഹിദായത്തിനുള്ള മാർഗം നാം നൽകുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ സത്യവാഗ്ദാനമാണ് സൂറത്തുൽ അൻകബൂത്തിന്റെ അവസാനത്തിൽ. അതുകൊണ്ട് ഒരിക്കലും യഹ്ദി മൻ അനാബ് യഹ്ദി മൻ യുനീബ്, അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരെ അല്ലാഹു സന്മാർഗത്തിലേക്ക് നയിക്കാതിരിക്കുകയില്ല. അത് അറിഞ്ഞുകൊണ്ടായിരിക്കണം നാം അല്ലാഹുവിൻ്റെ പാതയിലേക്ക് അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതിൽ കരിഞ്ചന്തകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അറിവില്ലാത്തവരിലൂടെ. മഹാനായ ശൈഖുൽ ഇസ്ലാം അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം അൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി, ആരാണത്? ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം താർത്താരികളോട് യുദ്ധം ചെയ്തതായ സന്ദർഭത്തിൽ എല്ലാ വകുപ്പിൽപ്പെട്ടവരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ്. അതിൽ ഷിയാക്കൾ ഉണ്ടായിരുന്നു, അതുപോലെയുള്ളതായ പല പല ബിദ്ഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടിയായിരുന്നു താർത്താരികളോട് യുദ്ധം ചെയ്തത് എന്നതുകൊണ്ട് നാം പരസ്പരം അങ്ങുമിങ്ങും എന്ത് ചെയ്യുക? ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഐക്യത്തോടുകൂടി. എന്തൈക്യം? നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഐക്യം എന്നല്ലാതെ ആദർശത്തിലുള്ള ഐക്യമല്ല. ആ രൂപത്തിൽ ചലിക്കുന്നുണ്ട്, വിരോധമില്ല. അതേ സമയത്ത് നമ്മുടെ യഥാർത്ഥ രോഗം മാറ്റാൻ നാം പരിശ്രമിക്കണ്ട എന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെയും നശിപ്പിക്കുന്നതല്ല. എപ്പോൾ അവിടെ മുസ്ലിഹീങ്ങൾ ഉണ്ടെങ്കിൽ, അവിടെ സാലിഹീങ്ങൾ എന്നല്ല പറഞ്ഞത്, എന്നല്ല പറഞ്ഞത്, മുസ്ലിഹീങ്ങളുണ്ടെങ്കിൽ, അവൾ മുസ്ലിഹീങ്ങളുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുന്നതേ അല്ല, അവരെ ഉന്മൂലനം ചെയ്യുന്നതേ അല്ല. അത് പരീക്ഷണങ്ങൾ ഉണ്ടാകും, പക്ഷേ നശിപ്പിക്കുകയില്ല. അവരുടെ കൂടെ മുസ്ലിഹീങ്ങൾ ഉണ്ടെങ്കിൽ. പക്ഷെ സാലിഹീങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ. ഓരോ നിസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന, ഹജ്ജ് ചെയ്ത, സക്കാത്ത് കൊടുക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് പൊതു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രയോജനമില്ല. അതിനെന്ത് വേണം? അള്ളാഹുവിനെ നിസ്സറങ്ങണമെങ്കിൽ അവർ മുസ്ലിഹീങ്ങളായി മാറണം. അവര് സ്വയം നന്നാകുന്നതോടൊപ്പം മറ്റുള്ളവരെ നന്നാക്കണം. അതാണ് മുസ്ലിഹീങ്ങൾ. അനഹ്ലകു, റസൂലുള്ളാഹിന്റെ ഭാര്യയുടെ ചോദ്യം എന്താണ്? അനഹ്ലകു, ഞങ്ങൾ നശിക്കുമോ റസൂലേ? വഫീന സാലിഹൂൻ, ഞങ്ങളുടെ കൂടെ സാലിഹീങ്ങൾ ഉണ്ടെങ്കിൽ? റസൂലുള്ളാഹിന്റെ മറുപടി നഅം, അതെ, നശിക്കും. എപ്പോൾ? ഇദാ കസുറൽ ഖബസ്, ഖബസ് അനിസ്ലാമികത്വം വ്യാപകമായാൽ,
പ്രകടമായി വ്യഭിചാരം, പ്രകടമായി ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുക, പ്രകടമായി വ്യക്തമായി ജിഹാറൻ നഹാറൻ ശിർക്ക് ചെയ്യുക, മറ്റു ഇതര മതസ്ഥരുടെ ആലയം നമ്മുടെ ആലയവും തുല്യതയുള്ളതാക്കി മാറ്റുക, അങ്ങനെയുള്ള മഹാ വലിയ വലിയ ഖബസ്, ആ ഖബസുള്ള കാലഘട്ടത്തോളം ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഹായം മറക്കുന്നതല്ല. അനഹ്ലകു ഫീന സാലിഹൂൻ, നഅം, അതെ, നിങ്ങൾ നശിക്കും. എപ്പോൾ? ഇദാ കസുറൽ ഖബസു, ഖബസ് വർദ്ധിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ബാധ്യത, മുസ്ലിങ്ങളുടെ ബാധ്യത ഖബസ് മാറ്റലാണ്. ഖബസ് എന്നത് അത് മഹാമാരകമായ രോഗമാണ്. അത് ആദർശം മുതൽ ആരംഭിക്കുന്നു. ശേഷമുള്ള താഴെയുള്ള ബിദ്അത്തുകൾ, അനാചാരങ്ങൾ, തോന്നിവാസങ്ങൾ അതെല്ലാം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അതിൽ നിന്നെല്ലാം ഉമ്മത്ത് മുഹമ്മദിനെ ബഹുഭൂരിപക്ഷത്തെയെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു വിഭാഗത്തെയെങ്കിലും ശുദ്ധീകരിക്കാൻ പരിശ്രമിച്ചിട്ടല്ലാതെ, റസൂല കാട്ടിയതുപോലെ പരിശ്രമിച്ചാലല്ലാതെ വിജയം, അള്ളാഹിന്റെ നസർ, അള്ളാഹുവിന്റെ നല്ല അനുഗ്രഹീത നോട്ടം നമ്മളിലേക്ക് ഉണ്ടാവുക തന്നെ ഇല്ല എന്നത് ഉറപ്പാണ്. നമുക്ക് പഠിപ്പിച്ച നമ്മുടെ നേതാക്കളുടെ പാഠം അതാണ്. അവരിൽ നമുക്ക് മാതൃകയുണ്ട് എന്നത് പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരത്തിന് വിരാമമിടുന്നു. ഇതുവരെ പറഞ്ഞതിനെ ഒരു സൽക്രമമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സമയം അവസാനിച്ചുവെങ്കിലും പറഞ്ഞു കഴിഞ്ഞ വാക്കിൽ ശേഷിക്കുന്ന ചില ഭാഗങ്ങളിൽ പെട്ടതാണ് എന്ത്? ഖന്തഖ് യുദ്ധത്തിൽ പരാജയപ്പെടാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. സംഭവിച്ചത് എന്താണ്? അള്ളാഹ് തന്നെ സൂറത്തുൽ അഹ്സാബിൽ പറയാണ്, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹ് ചെയ്തു തന്ന വിശാലമായ അനുഗ്രഹത്തെ മുസ്ലിം ലോകമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ നിങ്ങൾ സ്മരിക്കണം, പഠിക്കണം, ഓർക്കണം, മനസ്സിലാക്കണം. അതെന്താണ്? ഇദ് ജാഅതുകും ജുനൂദുൻ ഫഅർസൽനാ അലൈഹിം റീഹൻ വജുനൂദൻ ലം തറൗഹാ വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറാ. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ വലയം ചെയ്ത സന്ദർഭത്തിൽ, എപ്പോഴാണത്? അഹ്സാബ് യുദ്ധം അഥവാ ഖന്തഖ് യുദ്ധം. അവിടെ സഹായമാണ് അല്ലാഹു ഇറക്കിയത്. നിങ്ങൾ കാണാത്ത സഹായത്തെ ഞാൻ ഇറക്കി തന്നില്ലേ? അതിൽ പെട്ടതാണ് മലക്കുകൾ, അതിൽ പെട്ടതാണ് കാറ്റ്. കാറ്റ് നാം കാണുന്ന സാധനമല്ലല്ലോ. കാറ്റ് ചുഴലിക്കാറ്റ് വന്നിട്ട് അബൂ സുഫിയാനെയും പട്ടാളത്തെയും 10,000 പേരുടെ അവരുടെ തളികകളെയും ഭക്ഷണങ്ങളെയും തെറിപ്പണമാക്കി, താറുമാറാക്കി, അവർക്ക് ഒരു നിമിഷം പോലും മദീനയിൽ താമസിക്കാനുള്ള ചുറ്റുപാടില്ലാത്ത രൂപത്തിലാക്കി മാറ്റി. അവിടെ ആ സഹായം എപ്പോൾ ഇറങ്ങി? മുസ്ലിങ്ങളാൽ സാധിക്കുന്ന എല്ലാം സമർപ്പിച്ചപ്പോൾ. മുസ്ലിങ്ങളാൽ സാധിക്കുന്ന എല്ലാം സമർപ്പിച്ചു. ഇനിയൊന്നും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. അവിടേക്കെത്തി. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങിയത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 2 പരസ്പര വിരുദ്ധമായ ഉദാഹരണങ്ങൾ മദീനയിൽ തന്നെ തുറിച്ച് കാണുന്നു. ഒന്ന് ഉഹദ് പോർക്കളത്തിൽ, മറ്റൊന്ന് ഖന്തഖ് യുദ്ധം നടന്നതായ ആ അഹ്സാബ് പോർക്കളത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി സ്വീകരിക്കട്ടെ. അതിൽ വല്ല തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാഫി ചെയ്ത് തരുമാറാകട്ടെ. സത്യത്തെ സത്യം പോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി സത്യത്തെ സത്യം പോലെ പ്രചരിപ്പിക്കാനുള്ളതായ എല്ലാ കഴിവും കൽപ്പും സാമ്പത്തിക ശാരീരിക വിജ്ഞാന ഈമാനിക ശേഷിയും അപ്രകാരം ഇഖ്ലാസും നമ്മുടെ പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും നമ്മുടെ പ്രവർത്തകന്മാർക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. മുസ്ലിം ലോകം ആ സകലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകൾ നിന്നിട്ട്, പ്രയാസങ്ങളിൽ നിന്നിട്ട്, പരീക്ഷണങ്ങളിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇസ്ലാമിലേക്ക് മടക്കലിലൂടെ, ഖുർആനിലേക്ക് മടക്കലിലൂടെ, സുന്നത്തിലേക്ക് മടക്കലിലൂടെ, യഥാർത്ഥ തൗഹീദിലേക്ക് മടക്കലിലൂടെ, യഥാർത്ഥ ആദർശത്തിലേക്ക് മടക്കലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം നൽകട്ടെ. പ്രശ്നം പരിഹരിക്കട്ടെ. പ്രയാസപ്പെടുത്തുന്ന വിഭാഗത്തെയും അല്ലാഹു ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ത്യ മുഴുവനും ഈ സംഭവ വികാസങ്ങളിലൂടെ ഇന്ത്യ മുഴുവനും മുസ്ലിങ്ങളാവാനുള്ള ചുറ്റുപാട് അള്ളാഹു അവർക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹ്ക്ക് പ്രയാസമില്ലല്ലോ. അള്ളാഹു എത്ര മുസ്ലിം നാടുകളെ മദീനയുടെ പരിസരത്തിൽ, ആഫ്രിക്കൻ നാട് വരെ, യൂറോപ്യൻ നാട് വരെ, റഷ്യൻ നാട് വരെ, മൊറോക്കോ വരെ, അഥവാ അമേരിക്കയിലേക്ക് പിന്നെ പോകാൻ കടലല്ലാതെ വേറെ ഒന്നുമില്ല, അങ്ങനെയുള്ള നാട് വരേക്കും ഉള്ളവരെ മുസ്ലിങ്ങളാക്കിയ ആളല്ലേ അള്ളാഹു. 1000-ഓളം വർഷങ്ങൾ സൂര്യൻ സ്തമിക്കാത്ത സാമ്രാജ്യമാകുന്ന ആ സാമ്രാജ്യത്തിൽ ഇസ്ലാമാകുന്ന ഈ വിജയ പതാകം പറപ്പിക്കാൻ മുസ്ലിങ്ങൾക്ക് അള്ളാഹ് ഏറ്റെടുത്തതുപോലെ ഖുർആനിൽ, തൗറാത്തിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സബൂറിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ഖുർആനിൽ ഞാൻ സബൂറിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കും. ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തെ നടപ്പാക്കുന്നവരും ഈ നാടുകളെ കീഴടക്കുന്നവരും ഈ നാടിന്റെ അനന്തരാവകാശമായി മാറുന്നവരും കതബന, നാം എഴുതിയിരിക്കുകയാണ്, ഫി സബൂരി മിൻ ബഅദി ദിക്ർ, തൗറാത്ത് ഇറക്കിയ ശേഷം സബൂറിൽ അത് എഴുതിയിട്ടുണ്ട്
ഉണ്ട് എന്നതാണ്. അത് ഇവിടെ പ്രകടമായി ലോകം കണ്ടതാണ് കൂട്ടരെ. എന്തെങ്കിലും കെട്ടുകഥ പറയല്ല. അങ്ങനെയുള്ളതായ വിജയം നൽകിയതായ റബ്ബ് ഇന്ത്യയിലുള്ളവരെയും എല്ലാവരെയും മുസ്ലിങ്ങളാക്കി മാറ്റട്ടെ. ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനം ലോകവ്യാപകമാക്കി മാറ്റാൻ മുസ്ലിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ഈ നാട്ടിൻ്റെ ഉടമകൾക്ക് ഈ നാട്ടിനെ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന് വിജയ പതാക പറപ്പിച്ച്, തൗഹീദിൻ്റെ വിജയ പതാക പറപ്പിച്ച് ഇവരിവിടെ ഭരിക്കുന്നതായ ഭരണകൂടത്തെ അങ്ങനെ തന്നെ മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകാനുള്ളതായ എല്ലാ കഴിവ് കൽപ്പ് അള്ളാഹു അവർക്ക് ഖിയാമത്ത് നാൾ വരെ നൽകട്ടെ നൽകട്ടെ നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد قادة وحكام بلاد الحرمين سوءا اللهم فاشغله في نفسي. اللهم اجعل تدبيره يا حي يا قيوم. نسألك بأسمائك الحسنى وصفاتك العلى رب العرش العظيم أن تغفر ذنوبنا وتستر عيوبنا وتحسن أخلاقنا وتوسع أرزاقنا وتشفي أسقامنا وتعافي آلامنا وأن تقضي حاجاتنا. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.